നമസ്കാരം. സാഫിർജാൻ EXന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് ഇന്ത്യ കമ്പ്യൂട്ടർ ഷോപ്പ് എന്ന 25ാമത്തെ വർക്കാണ്. അപ്പോൾ ഈ ഒരു വർക്കിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് ആണ്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വൗച്ചർ മോഡായിട്ടുള്ള ട്രാൻസാക്ഷനുകളായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്തവണ മുതൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാനുള്ളത് ഇൻവോയ്സ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഐറ്റം ഇൻവോയ്സ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇൻവോയ്സ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻവോയ്സ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നിങ്ങൾക്ക് ഒരു പർച്ചേസ് ബില്ലോ അല്ലെങ്കിൽ സെയിൽസ് ബില്ലോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് സാധാരണ ബില്ലിൽ ഉണ്ടാവുക. അതായത് നമ്മൾ ഏത് കമ്പനിയിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് ആ പർച്ചേസ് ചെയ്യുന്ന പാർട്ടിന്റെ പേരുണ്ടാവും, എത്ര രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തു എന്നുള്ളതുണ്ടാവും അല്ലെ. അതിൽ എന്തെല്ലാം ഐറ്റംസ്, എന്തെല്ലാം പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്തു, അതിന്റെ പർച്ചേസ് റേറ്റ്, ക്വാണ്ടിറ്റി, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എവിഡന്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്രൂഫാണെന്ന് പറയുന്നത് പർച്ചേസ് ബില്ല് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെയിൽസ് ബില്ല്, സെയിൽസ് ഇൻവോയ്സ് ബില്ല്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ടാലിയിൽ നമുക്ക് ചെയ്യുക എന്നുള്ളതാണ്, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ക്ലാസ് കാണുക. അതിനുശേഷം നിങ്ങൾ ഈ ബുക്കിലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ബുക്ക് വർക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 25ാമത്തെ വർക്കാണ് ബുക്കിലെ. അപ്പോൾ ഇതിൽ പറയുന്ന പ്രാക്ടീസ് വർക്ക് ബുക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ബുക്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ നമ്പർ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബുക്കുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ്, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബെസ്റ്റ് ഇന്ത്യ കമ്പ്യൂട്ടർ ഷോപ്പ്. അപ്പോൾ നമുക്ക് ബെസ്റ്റ് ഇന്ത്യ എന്ന ഈ ഒരു വർക്കിൽ, ബെസ്റ്റ് ഇന്ത്യ കമ്പ്യൂട്ടർ ഷോപ്പ് എന്ന ഈ ഒരു വർക്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് ആണ് നമ്മൾ ചെയ്യാൻ പോകേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയേണ്ടത് നമുക്ക് ക്യാപിറ്റൽ കൊണ്ടുവരികയാണ്. 2,50,000 രൂപയാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? നമ്മുടെ വൗച്ചേഴ്സിൽ വരിക. ഓക്കെ, വൗച്ചേഴ്സിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡെബിറ്റായിട്ട് റെസിപ്റ്റിൽ അല്ലേ, F6 റെസിപ്റ്റ് കൊടുക്കുന്നു. റെസിപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ആയിട്ട് ക്യാപിറ്റൽ കൊടുക്കുക. അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഓക്കെ, 2,50,000 എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തു. ഡെബിറ്റായിട്ട് ക്യാഷ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എൻട്രി നമ്മൾ കഴിഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് റെസിപ്റ്റിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ചെയ്യാമെന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്യാഷ് ഡെപ്പോസിറ്റ് HDFC ബാങ്ക് 10,000 രൂപ HDFC ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. കോൺട്ര അല്ലേ, കോൺട്ര വൗച്ചറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്രെഡിറ്റ് 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു HDFC. അപ്പോൾ HDFC നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. Alt C, ഡെബിറ്റായിട്ട് Alt C കൊടുത്തിട്ട് HDFC ബാങ്ക്. അണ്ടർ എന്താണ്, ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? അങ്ങനെ അണ്ടർ ബാങ്ക് അക്കൗണ്ട് കൊടുത്ത ശേഷം നേരെ എൻട്രി ചെയ്യുന്നു. എമൗണ്ട് കൊടുത്ത് നേരെ സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. 3-ാം തീയതി മുതൽ ഇനിയാണ് നമ്മൾ തുടങ്ങാൻ പോകേണ്ടത് നമ്മളെ പ്രൊഡക്റ്റ് പർച്ചേസസ് ആൻഡ് സെയിൽസ്. എന്തെല്ലാം ഐറ്റംസ് ആണ് വാങ്ങുന്നത്? പർച്ചേസ്ഡ് ഫ്രം ഹൈഫ്ലെക്സ് കമ്പനി, ബിൽ നമ്പർ 250. LCD മോണിറ്റർ ഉണ്ട് 10 എണ്ണം. 3,000 രൂപയാണ് ഒരു LCD മോണിറ്റർക്ക് വരുന്നത്. പിന്നെ മൗസ് വരുന്നുണ്ട്, കീബോർഡ്, സ്പീക്കർ, അതിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. F9 അല്ലേ, പർച്ചേസ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ബിൽ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ? ബിൽ നമ്പർ എത്ര പറയുന്നത്? 250 നമുക്ക് ബിൽ നമ്പർ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബിൽ നമ്പർ 250 ഇട്ട് കൊടുക്കുക. സപ്ലയർ ഇൻവോയ്സ് നമ്പർ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. നേരെ എൻട്രി ചെയ്യുക. പാർട്ടി അക്കൗണ്ട് നെയിം എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, Alt C അടിച്ചിട്ട് കൊടുക്കുക. പാർട്ടീൻ്റെ നെയിം ഹൈഫ്ലെക്സ് കമ്പനിയാണ് അല്ലേ,
സെൻട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുക, നേരെ എൻ്റർ ചെയ്യുക. ഓക്കെ, സെൻട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തു, നേരെ എൻ്റർ ചെയ്തു. ഇതൊക്കെ നേരെ എൻ്റർ ചെയ്ത് പോവുക. അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നിടത്തൊക്കെ എൻ്റർ ചെയ്തിട്ട് പർച്ചേസ് ലെഡ്ജർ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, Alt C അടിച്ചിട്ട് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, അണ്ടർ പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുക, നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി നെയിം ഓഫ് ഐറ്റം, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐറ്റത്തിൻ്റെ അവിടെ എന്തെല്ലാം ഐറ്റംസാണ് നമുക്ക് തന്നിട്ടുള്ളത് അതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ Alt C അടിച്ചിട്ട് ഐറ്റത്തിൻ്റെ പേര് ഒന്ന് LCD മോണിറ്റർ കൊടുക്കാം. ഓക്കെ, LCD മോണിറ്റർ. അണ്ടർ നമുക്ക് തന്നിട്ടില്ല, കൊടുക്കണ്ട. പക്ഷേ യൂണിറ്റ് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുക NOS അല്ലേ. Alt C അടിച്ച് NOS. ഓക്കെ, നേരെ എൻ്റർ ചെയ്യുക, എസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ പർച്ചേസ് റേറ്റ് നമുക്ക് കൊടുക്കാം. പർച്ചേസ് റേറ്റ് തന്നിട്ടുള്ളത് 3000 ആണ്. ഓക്കെ, 3000 ഇട്ട് കൊടുത്തു, നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ഇവിടെ കൊടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടില്ല, വിൽക്കുന്ന സമയത്താണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ GST ടാക്സ് ഒന്നും നമ്മൾ കൊടുക്കണില്ല. കാരണം എന്താണ്, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻവോയ്സ് പഠിക്കണേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ടാക്സോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാനില്ല, അത് ശ്രദ്ധിക്കുക. നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ വർക്ക് ലാസ്റ്റിക്കാണ് വരുന്നത്. ഇനി ക്വാണ്ടിറ്റി ഇവിടെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക, 10 ക്വാണ്ടിറ്റി കൊടുക്കുന്നു. വീണ്ടും ഐറ്റം ഇവിടുന്ന് നമുക്ക് സെക്കൻഡറി ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. Alt C അടിച്ചു, മൗസ് എന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, നേരെ എൻ്റർ ചെയ്യുക. ഇനി NOS, യൂണിറ്റ് NOS എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഇവിടെ എസ് കൊടുക്കുക. പർച്ചേസ് റേറ്റ് തന്നിട്ടുള്ളത് 150 രൂപയാണ് തന്നിട്ടുള്ളത്, നമ്മൾ കൊടുത്തു, നേരെ എൻ്റർ ചെയ്തു. ക്വാണ്ടിറ്റി 5 ആണല്ലേ, 5 കൊടുക്കുക, നേരെ എൻ്റർ ചെയ്യുക. ഓക്കെ, മൗസ് കഴിഞ്ഞു. ഇനി അടുത്ത് കീബോർഡാണ് നമുക്ക് കൊടുക്കാനുള്ളത്. കീബോർഡ് എത്ര റേറ്റ് തന്നിട്ടുള്ളത് നോക്കി നിങ്ങൾ. കീബോർഡ് ഇവിടെ നമ്മൾ അതൊക്കെ കൊടുത്ത് NOS ഒക്കെ കൊടുത്തിട്ട് റേറ്റ് തുടങ്ങുമ്പോൾ 250 നമ്മൾ കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ 20 കൊടുക്കുക, നേരെ എൻ്റർ ചെയ്യുക. അടുത്ത ഐറ്റം സ്പീക്കർ. ഓക്കെ, സ്പീക്കർ കൊടുക്കുക, നേരെ എൻ്റർ ചെയ്യുക, NOS കൊടുക്കുക, എസ് കൊടുക്കുക. പർച്ചേസ് റേറ്റ് ആയിട്ട് 200 നമ്മൾ കൊടുക്കുന്നു, എൻ്റർ ചെയ്യുക. ഓക്കെ, ക്വാണ്ടിറ്റി എന്ത് ചെയ്താൽ മതി, നിങ്ങളിവിടെ 10 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്തു, നേരെ എൻ്റർ ചെയ്തു. ഇനിയും നിങ്ങൾക്ക് ഐറ്റംസ് കൊടുക്കാനുണ്ടെങ്കിൽ ഐറ്റംസ് കൊടുക്കുക. പക്ഷെ നമുക്കിനിയിപ്പോൾ എന്തില്ല, ഐറ്റംസ് ഒന്നും തന്നിട്ടില്ല അല്ലേ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി, നമുക്ക് ഐറ്റംസ് ഒന്നും തന്നിട്ടില്ല. നേരെ എന്ത് ചെയ്താൽ മതി, ഇവിടെ നോക്കിയാൽ മതി. നമുക്കിവിടെ ഇനിയുള്ളത് അടുത്തായിട്ട് ഇതിൻ്റെ കൂടെ ഡിസ്കൗണ്ട് കൊടുക്കാനുണ്ട് അല്ലേ. ഡിസ്കൗണ്ട് നമുക്കൊരു പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, അപ്പോൾ ആ പെർസെൻറ്റേജ് പ്രകാരം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കാം, 2%. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇനി ഐറ്റംസ് ഒന്നും കൊടുക്കാനില്ലല്ലോ, നേരെ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തിട്ട് താഴോട്ട് വരിക, ഇവിടെ Alt C അടിക്കുക. ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ. 2 എൻ്റർ അടിച്ച് ടോട്ടലിന് താഴെ ഇവിടെ എത്തണം കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാനുള്ള Alt C കൊടുക്കുക, ഡിസ്കൗണ്ട് കൊടുക്കുക. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് നമുക്ക്. അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം അല്ലേ, അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുക, എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സേവ് ചെയ്യുക. ഇനി ഡിസ്കൗണ്ട് നമുക്ക് പെർസെൻറ്റേജ് ആണെങ്കിലാണ് ഇവിടെ ഇടേണ്ടത്, എമൗണ്ട് ആണെങ്കിൽ ഇവിടെ കൊടുക്കുക. നമുക്ക് പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ 37,750 നമുക്ക് എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ട് കുറയണം. അപ്പോൾ ഞാനിവിടെ ഡിസ്കൗണ്ട് ഇട്ട് കൊടുത്തു നോക്കുക, എന്താ സംഭവിക്കണമെന്നുള്ളതെന്ന് അറിയാൻ. ജസ്റ്റ് 2% ഇട്ട് കൊടുത്തു നോക്കുക. നേരെ എൻ്റർ ചെയ്യുമ്പോൾ 2% ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. 755 ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കി നിങ്ങൾ. 37,750 നിന്ന് 755 രൂപ കുറയണം, കാരണം ഡിസ്കൗണ്ട് കുറയണം. ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് കുറയാതെ ഈ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് നമ്മുടെ ഇൻവോയ്സ് എമൗണ്ടിലേക്ക് ആഡ് ആയിട്ട് ടോട്ടൽ ഇൻവോയ്സ് എമൗണ്ട് ആയിട്ട് ഇവിടെ കാണിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല, കാരണം ഡിസ്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യല്ല ചെയ്യേണ്ടത്, ലെസ് ആവണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ മൈനസ് ചേർത്തിട്ട് വേണം ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കാൻ. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കുറഞ്ഞ് കിട്ടി. 36,995 രൂപയാണ് നമുക്ക് എമൗണ്ടായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ നേരെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ന്യൂ റെഫറൻസ് അത് കറക്റ്റായിട്ട്, അതായത് നമ്മളിവിടെ കൊടുത്ത ബിൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും.
അത് നോക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക വരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, നേരെ സേവ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളത് വൗച്ചേഴ്സ് ആയിട്ടാണ്. നമുക്കിതിപ്പോൾ ഇൻവോയ്സ് ആയിട്ട് എന്തുകൊണ്ടാണ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇൻവോയ്സ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ Ctrl+H കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഐറ്റം ഇൻവോയ്സ് ആണോ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ, ഐറ്റം ഇൻവോയ്സിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ പർച്ചേസ്ഡ് അല്ലേ ഫ്രം കോട്ടക്കൽ ട്രേഡേഴ്സ് ബിൽ നമ്പർ 300. അപ്പോൾ ഇതൊരു കമ്പനിൻ്റെ പേരാണ് KK ട്രേഡേഴ്സ്. ഇവരിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേസ് LCD മോണിറ്റർ കേബിൾ. അപ്പോൾ കേസ് LCD മോണിറ്റർ നേരത്തെ നമ്മൾ വാങ്ങിച്ച് വെച്ചതാണ്. അതുപോലെ കേബിൾസ്, ഈ കേസും കേബിൾസും മാത്രമേ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാണ്ടാവുള്ളൂ. ക്വാണ്ടിറ്റി, റേറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് കൊടുത്ത് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം ബിൽ നമ്പർ കൊടുക്കുക. ഓക്കെ, ബിൽ നമ്പർ ഇട്ട് കൊടുത്തു. അതായത് സപ്ലയറുടെ ബിൽ നമ്പർ കൊടുത്തു. അതായത് അയാളെ നമുക്ക് ബില്ല് തരുന്നത്, അതായത് KK ട്രേഡേഴ്സാണ് നമുക്ക് ബില്ല് തരുന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസാണ് കാണിച്ചത്. അപ്പോൾ ഇനി ഇവിടെ Alt+C അടിച്ചിട്ട് നമുക്ക് കൊടുത്തു കോട്ടക്കൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലേ, പർച്ചേസ് ചെയ്യുമ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സാണ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ പർച്ചേസ് ലെഡ്ജർ എന്നുള്ളിടത്ത് പർച്ചേസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇല്ലാത്തൊരു ഐറ്റമാണ്. നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്തതിൽ ഈ ഐറ്റം വന്നിട്ടില്ല. നമുക്ക് എന്താണ് Alt+C അടിച്ചിട്ട് കേസ് കൊടുക്കാം. നേരെ എൻ്റർ ചെയ്യുന്നു. NOIS ആണ് യൂണിറ്റ് തന്നിട്ടുള്ളത്. NOIS കറക്റ്റായിട്ട് കൊടുക്കുക. എസ് കൊടുക്കുക. പർച്ചേസ് റേറ്റ് നമുക്ക് 800 രൂപയാണ് തന്നിട്ടുള്ളത്. നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാം. ക്വാണ്ടിറ്റി എത്ര എണ്ണമാണ് പറയേണ്ടത്? 10 എണ്ണമാണ്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം LCD മോണിറ്ററാണ്. അപ്പോൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യരുത്. LCD മോണിറ്റർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ആയിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 20 ക്വാണ്ടിറ്റി കൊടുക്കുക. പക്ഷേ നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്ത റേറ്റ് ആയിരിക്കും ഇവിടെ വരിക. നമുക്കിവിടെ തന്നിട്ടുള്ളത് 3200 ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മാറ്റി കൊടുക്കുക 3200 കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. റേറ്റ് മാറുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അടുത്ത് കേബിൾസ്, പുതിയ ഐറ്റമാണ് കേബിൾസ്. അപ്പോൾ കേബിൾസിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് പറഞ്ഞ ഓപ്ഷൻ നേരെ എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ നോക്കുക അതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ്? 40 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, 40 രൂപ. നേരെ എൻ്റർ ചെയ്യുന്നു. ക്വാണ്ടിറ്റി എത്രയാണ്? 100 ആണ്. ഓക്കെ, 100 കേബിൾസാണ് നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെ ടോട്ടൽ 76,000 വന്നിട്ടുണ്ട്. നമുക്കിതിനും ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. എത്ര ഡിസ്കൗണ്ട് തന്നിട്ടുള്ളത്? 1% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താഴെ ഇവിടെ വന്നിട്ട് Alt+C അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? Alt+C അടിക്കേണ്ട, ഓൾറെഡി ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് മൈനസ് എത്രയാണ് പറയേണ്ടത്? 1% അപ്പോൾ -1 ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 7600 നിന്ന് 760 ലെസ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്കിവിടെ കാണിച്ചു തരിക. നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുന്നു. ഓക്കെ, ന്യൂ റെഫറൻസ് ഒക്കെ കൊടുത്തിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ബിൽ നമ്പർ വരുന്നുണ്ടോ നോക്കുക. ഓക്കെ, നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുന്നു. ഇനി അടുത്ത ഐറ്റം. ഓക്കെ, അടുത്ത ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് ക്യാഷ് ബില്ലാണ്. അതായത് ഇവിടെ നമ്മുടെ വെണ്ടറെ പേരില്ല, അതായത് സപ്ലയറെ പേര് തന്നിട്ടില്ല. നേരിട്ട് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ സപ്ലയറെ പേര് കൊടുത്തിട്ടില്ല. ഓക്കെ, പിന്നെ അത് ബാധ്യതകളില്ലല്ലോ, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ റെഡി ക്യാഷ് എടുത്തിട്ട് വാങ്ങിക്കുകയാണ്. മൗസും കേബിൾസുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. റേറ്റും കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടിയും കൊടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ബിൽ നമ്പർ എത്രയാണ് തന്നിട്ടുള്ളത് നോക്കാം. ബിൽ നമ്പർ 1000 ആണ് തന്നിട്ടുള്ളത്. ബിൽ നമ്പർ 1000 കൊടുത്തു. ഇനി ഇവിടെ ക്യാഷ് ബില്ലാണ് ഞാൻ അടിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിനെ കൊടുക്കേണ്ട ആവശ്യമില്ല, ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പാർട്ടി നെയിം നമുക്ക് ക്യാഷ് കൊടുക്കാം, സെലക്ട് ചെയ്യാം. ക്യാഷിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ പർച്ചേസ് ലെഡ്ജർ എന്നുള്ളിടത്ത് പർച്ചേസിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി മൗസ് എന്ന് പറയുന്ന ഐറ്റമാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പം മൗസ് ഇവിടെ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ഉണ്ട്. ഓക്കെ, മൗസ് സെലക്ട് ചെയ്യുന്നു. 20 ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത്. റേറ്റ് മാറ്റമുണ്ട്, നോക്കണം. റേറ്റ് നേരത്തെ കൊടുത്തത് 150 പക്ഷേ ഇപ്പോഴത്തെ റേറ്റ് എത്രയാണ്? 200 നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. 200. ഇനി അടുത്ത ഐറ്റം കേബിൾസാണ്. കേബിൾസിനും ചിലപ്പോൾ മാറ്റേണ്ട റേറ്റ് നമ്മൾ നോക്കാം.
25 ക്വാണ്ടിറ്റി റേറ്റ് ഒന്നും മാറിപ്പോരുത്. മാറ്റം വരുന്നുണ്ട്, റേറ്റ് 42 ഓക്കെ അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്കിതിൻ്റെ കൂടെ ഡിസ്കൗണ്ട് ഒന്നുമില്ല. നേരെ റേറ്റ് വരുന്നത് 5050 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. ഓക്കെ അല്ലേ. എന്നെ നേരെ എൻട്രി ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് ന്യൂ റെഫറൻസ് എഗൻസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ അതിൻ്റെ റെഡി ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ബില്ല് കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, ന്യൂ റെഫറൻസ് ഒക്കെ വരുള്ളൂ. ഇനി അടുത്ത് നമുക്ക് സെയിലാണ്. നമ്മൾ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാണ്. ബെസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നു. അതിൻ്റെ ഇൻവോയ്സ് നമ്പർ അഥവാ ബിൽ നമ്പർ, നമ്മൾ അവർക്ക് ബില്ലിട്ട് കൊടുക്കുമ്പോൾ ബിൽ നമ്പർ വരുന്നത് 444. അപ്പോൾ സെയിൽസ്, നിങ്ങൾ സെയിൽ എടുക്കുമ്പോൾ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. സെയിൽ എടുക്കുകയാണ് നമ്മൾ, F8 ആണ് സെയിൽ. സെയിൽസിൻ്റെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അല്ലേ, പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നിങ്ങൾ സെയിൽസ് കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് ബിൽ നമ്പറാണല്ലോ, റെഫറൻസ് നമ്പർ. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു വർക്കിൽ ഇതിൻ്റെ റെഫറൻസ് നമ്പർ വന്നിട്ടുണ്ടാവില്ല. അതായത് നിങ്ങൾ ടാലി പുതുതായിട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ എന്ത് വരില്ല, ബിൽ നമ്പറൊന്നും വരില്ല. അപ്പോൾ ഈ ബിൽ നമ്പർ, റെഫറൻസ് നമ്പർ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ കീബോർഡിൽ F12 അടിക്കുക. പ്രത്യേകിച്ച് ലാപ്പ് ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരിട്ട് F12 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കീബോർഡിലുള്ള FN ബട്ടൺ പ്രസ് ചെയ്തിട്ട് F12 അടിക്കണം, അപ്പോഴേ വരുള്ളൂ. അപ്പോൾ ഷോ മോർ കോൺഫിഗറേഷനും ഷോ ഓൾ കോൺഫിഗറേഷനും ഇത് ഓൾറെഡി എസ് ആണോ നോക്കുക. എസ് അല്ലെങ്കിൽ എസ് ആക്കി കൊടുക്കുക. എന്നിട്ട് എൻട്രി ചെയ്തിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാവും പിന്നെ ഒന്നാമതായിട്ട് വരുന്നത് യൂസ് വൗച്ചർ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. യൂസ് വൗച്ചർ നമ്പർ ഒന്നിത്. ഓക്കെ. അതോടൊപ്പം തന്നെ ഇത് ഓൾറെഡി ചിലപ്പോൾ എസ് ആയിരിക്കണം. ഇനി പ്രൊവൈഡ് റെഫറൻസ് നമ്പർ ആൻഡ് ഡേറ്റ്, ഇതായിരിക്കും നോ ആയിട്ട് കിടക്കുക. പ്രൊവൈഡ് റെഫറൻസ് നമ്പർ ആൻഡ് ഡേറ്റ്, ഇത് നോ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അത് നോ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരില്ല, നമുക്കൊരു ഡേറ്റ് കൊടുക്കാനുള്ള അവിടെ ബിൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരില്ല. അപ്പോൾ ഇത് നമ്മൾ എസ് ആക്കി കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്ത് നിങ്ങൾ സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നോക്കുക. അപ്പോൾ റെഫറൻസ് നമ്പർ വന്നിട്ടുണ്ടാവും. റെഫറൻസ് നമ്പർ നമുക്ക് 144. ഇനി നമുക്ക് ബെസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ, ഇവിടെ നമുക്ക് പാർട്ടി നെയിമായിട്ട് ബെസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് കൊടുക്കാം. അതിൻ്റെ അണ്ടർ വരിക സൺട്രി ഡെപ്റ്റേഴ്സാണ്, മാറിക്കൊടുക്കരുത്. അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സാണ്. ഓക്കെ. സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്യുന്നു. നമുക്ക് സെയിൽസ് ലെഡ്ജർ എന്നുള്ളിടത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് Alt+C അടിച്ചിട്ട് സെയിൽസ് എന്നാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അണ്ടർ സെയിൽസ് അക്കൗണ്ടാണ്. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഐറ്റംസ് കൊടുക്കുക അല്ലേ. ഐറ്റംസ് കൊടുത്തു. LCD മോണിറ്റർ കൊടുക്കുന്നു. LCD മോണിറ്റർ കൊടുത്തിട്ട് റേറ്റ് അതിന് മുമ്പ് നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാനുണ്ട് 5. ക്വാണ്ടിറ്റി 5 ആണ്. റേറ്റ്, സെയിൽസ് റേറ്റ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടില്ല. റേറ്റ് കൊടുക്കാനുള്ള ഭാഗം ഇവിടെയാണ്. 4000 കൊടുത്തു. അടുത്ത ഐറ്റം അവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് പോയാൽ മതി. കാരണം നമ്മൾ വാങ്ങിച്ച ഐറ്റംസ് ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഐറ്റം ഉണ്ടാവും. സ്പീക്കറിൻ്റെ ക്വാണ്ടിറ്റി വരുന്ന 8 ആണ്. റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഇതാ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഐറ്റം കേബിൾസ് ആണ്. അപ്പോൾ കേബിൾസ് കൊടുക്കുന്നു. അതിൻ്റെ ക്വാണ്ടിറ്റി 50 ആണ്. റേറ്റ് വരുന്നത് 50 ആണ്. ഓക്കെ ആണല്ലോ. ഇത്രയും നമ്മൾ കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്യുന്നു. ഇനിയും ഐറ്റംസ് കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കുക. നമുക്ക് വേറെ കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് താഴെ വന്നിട്ട് നമുക്ക് എത്രയാണ് ഡിസ്കൗണ്ട് പറയുന്നത്, ഡിസ്കൗണ്ട് 200 ആണ് അല്ലേ. ക്വാണ്ടിറ്റി റേറ്റിലല്ല, അതായത് പെർസെൻറ്റേജ് ആയിട്ടല്ല നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുള്ളത്. നമുക്കിതവിടെ 5% എങ്ങനെയാണ് 200 ഇതാണ് നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുക, അതും ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, Alt+C അടിച്ചിട്ട് പുതുതായിട്ട് ഡിസ്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ല കൊടുത്തത്, ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ല, ഡിസ്കൗണ്ട് അലൗഡ് കൊടുക്കണം. ഓക്കെ. ഡിസ്കൗണ്ട് അലൗഡ്. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കൊടുക്കരുത്. പെർസെൻറ്റേജ് ആണെങ്കിൽ മാത്രമാണ് ഇവിടെ കൊടുക്കേണ്ടത്. എമൗണ്ട് ആണെങ്കിൽ ഇവിടെ അല്ല കൊടുക്കേണ്ടത്. നമുക്ക് 200 തന്നുകൊണ്ട് 200 ഇട്ടെടുത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. നമ്മൾ 200 ഇട്ടെടുത്താൽ 200% ആയിട്ട് വരും. കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ നമുക്കിവിടെ കൊടുക്കേണ്ടത് 200. അപ്പോൾ 200 കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചേർത്തിട്ട് വേണം 200 ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിനനുസരിച്ച് കുറഞ്ഞിട്ടുണ്ടാവും. കണ്ട 24,500 ഉള്ളത് 24,300 മാറി. നേരെ എൻ്റർ ചെയ്തു. ന്യൂ റെഫറൻസ് നമ്മൾ കൊടുക്കുമ്പോൾ 444 ബിൽ നമ്പർ കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുക.
ഓക്കെ ആണല്ലോ. അപ്പോൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 7-ാം തീയതി സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ്. ഇതാ സെയിൽ ക്യാഷായിട്ട് നമ്മൾ സെയിൽ ചെയ്യണം, ക്യാഷിനാണ് സെയിൽ ചെയ്യുന്നത്. ഇത് നേരത്തെ നമ്മൾ വാങ്ങിച്ച അതേ ഐറ്റം തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ക്യാഷ് ബില്ല് അടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ബിൽ നമ്പർ ഉണ്ടെങ്കിൽ ബിൽ നമ്പർ എന്തായാലും കൊടുക്കാം. ബിൽ നമ്പർ തന്നിട്ടുള്ളത് 32. നമ്മൾ കസ്റ്റമറിന് സെയിൽ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് കസ്റ്റമർ റെഡി ക്യാഷിന് വാങ്ങുമ്പോൾ തൽക്കാലം നമ്മൾ ക്യാഷായിട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ക്യാഷായിട്ട് തന്നെ കൊടുക്കുക. ക്യാഷായിട്ട് പാർട്ടി നെയിമോടെ ക്യാഷായിട്ട് തന്നെ കൊടുത്തു. ഇവിടെ സെയിൽസ് ലെഡ്ജർ എന്നുള്ളിടത്ത് നമ്മൾ സെയിൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഐറ്റംസ് എന്തൊക്കെയാണ് നോക്കുക. ഇതിൽ നമുക്ക് വരുന്ന ഒന്ന് മൗസാണ് അല്ലേ. മൗസ് കൊടുത്തു. മൗസ് എങ്ങനെ ക്വാണ്ടിറ്റി വരുന്നത് 15 ആണ്. അതിൻ്റെ റേറ്റ് 225 ഓക്കെ. അടുത്ത ഐറ്റം കേബിൾസ് ആണ്. ഓക്കെ, കേബിൾസ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 20 അത് 55 അതിൻ്റെ റേറ്റ് വരുന്നത്. ആ റേറ്റിന് മാറ്റം വരുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കണം. നമുക്ക് റേറ്റ് എല്ലായ്പ്പോഴും ഒരേപോലെ അതുകൊണ്ട് അത് എൻ്റർ ചെയ്ത് വിടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ഐറ്റം വരുന്നത് എന്താണ്, LCD. അപ്പോൾ എല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്ത് പോകാനേ പാടുള്ളൂ. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് സെയിൽ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലത്തെ റേറ്റ്, അതായത് LCD മോണിറ്റർ പഴയ റേറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ മൗസും കേബിൾസിൻ്റെ റേറ്റ് നമുക്ക് മാറിപ്പോയിട്ടുണ്ട്. നേരെ എൻ്റർ ചെയ്യുക. ഇനി ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് നോക്കാം. ഡിസ്കൗണ്ട് നമുക്ക് തന്നിട്ടില്ല അതിൽ. ഓക്കെ, അപ്പോൾ നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് വീണ്ടും നമുക്കൊരു സെയിൽസ് വരുന്നുണ്ട്. സാംസങ്ങിന് വേണ്ടിയിട്ടാണ് സെയിൽ ചെയ്യുന്നത്. മൗസ്, കേബിൾ, LCD മോണിറ്റർ, ക്വാണ്ടിറ്റി റേറ്റൊക്കെ ഓർത്ത് വെച്ചോളാം. അപ്പോൾ ഓക്കെ, നമ്മൾ അതിൻ്റെ ബിൽ നമ്പർ 555 പാർട്ടി നെയിമായിട്ട് വരുന്നത് എന്താണ്, സാംസങ് അല്ലേ. സാംസങ് കമ്പനിക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അണ്ടർ സൺട്രി ഡെപ്റ്ററാണ്, മറന്നു പോകരുത്. സൺട്രി ഡെപ്റ്ററാണ്, നമ്മൾ കസ്റ്റമർ ആയതുകൊണ്ട് സൺട്രി ഡെപ്റ്ററാണ്. സെയിൽ ചെയ്യുമ്പോൾ സൺട്രി ഡെപ്റ്റർ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെയിൽസ് ലെഡ്ജർ എന്നുള്ളിടത്ത് സെയിൽസാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഐറ്റംസ് നോക്കാം. മൗസ് 8 നമ്മൾ സെയിൽ ചെയ്യുന്നത്. റേറ്റ് 225 തന്നെയാണ്. സെയിം റേറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. അടുത്തത് കേബിൾസ് നമുക്ക് നോക്കാം. കേബിൾസിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 25 റേറ്റ് 55 തന്നെയാണ്, മാറ്റങ്ങളൊന്നും വരുന്നില്ല. LCD മോണിറ്റർ നമ്മൾ നോക്കുക 20 എണ്ണാണ്. റേറ്റ് മാറുന്നുണ്ട്, 5000 നോക്കിയിട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ, നിങ്ങൾ ബുക്കിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ വേണം കൊടുക്കാൻ. നേരെ എൻ്റർ ചെയ്യുക. ഇനി ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇനി ഐറ്റംസ് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് നമുക്ക് എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട്, അതും പെർസെൻറ്റേജ് ആണോ പിന്നെ അതേപോലെ എമൗണ്ട് ആയിട്ടാണോ തന്നിട്ടുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുള്ളത് 5% ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡിസ്കൗണ്ട് അലൗഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് -5 ആക്കി കൊടുക്കാം. ഓക്കെ, നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ സെയിൽസിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ഇവിടെ ബിൽ നമ്പർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടില്ല തോന്നുന്നു. ഇവിടെ ബിൽ നമ്പർ നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യില്ല, പർച്ചേസിൻ്റെ പോലെ നേരിട്ട് വരില്ല. ഓക്കെ, ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. വേണമെങ്കിൽ ഒന്ന് പേജ് പഠിച്ച് നോക്കാം. നമ്മൾ പേജ് പഠിച്ചിട്ട് നേരത്തെ കൊടുത്ത സെയിലിന് കൊടുത്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ക്യാഷ് ബില്ലിൽ ഏതായാലും നമുക്കവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 444 സെയിലിൽ നേരെ എൻട്രി ചെയ്തപ്പോൾ 500 കൊടുത്തിട്ടുണ്ട്, ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് അല്ലേ. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യണം. നമ്മൾ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അതിൽ 500 രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യണം. നേരെ കോൺട്രയിൽ വിടുക. കോൺട്ര പോയിട്ട് നമ്മൾ ക്രെഡിറ്റായിട്ട് HDFC കൊടുക്കുക. കാരണം ഇവിടെ നമുക്ക് ബാങ്ക് തന്നിട്ടുള്ളൂ അല്ലേ, ഏത് ബാങ്കാന്ന് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്കിൽ നിന്നല്ല വിഡ്രോ ചെയ്യുള്ളൂ. നമ്മൾ HDFC ബാങ്കാണ് നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്ക്. പലരും അവിടെ ബാങ്ക് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യും. ബാങ്ക് എന്ന് പറഞ്ഞൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക, എന്താ സംഭവിക്കണമെന്ന് അറിയാമല്ലോ. Alt C അടിച്ചു, ഞാനിവിടെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. ബാങ്കാണല്ലോ ക്രെഡിറ്റ് വരിക. അപ്പോൾ ബാങ്കിൻ്റെ അണ്ടർ നമ്മൾ ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കിക്കോളൂ. ഇതാ, എന്നിട്ട് ഞാനിവിടെ 500 എന്നിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെ കണ്ട ക്രെഡിറ്റ് ബാങ്കിന് കൊടുത്തപ്പോൾ 500 എന്ത് വന്നു, മൈനസ് ഫിഗർ വന്നു, അതായത് റെഡ് കളറിൽ വന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. ബാങ്കിൽ അക്കൗണ്ട് നമ്മൾ ഏതാണോ ആ ബാങ്ക് അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്ത് പോവുക. ഓക്കെ, ഡെബിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ക്യാഷാണ്. നേരെ സേവ്. അപ്പോൾ ആ എൻട്രി നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. ഇനി അടുത്ത എൻട്രി നമുക്ക് നോക്കാം.
പർച്ചേസ്ഡ് ഫ്രം സ്കൈലാൻഡ് ഇലക്ട്രോണിക്സ് അല്ലേ, സ്കൈലാൻഡ്. ഇനി പർച്ചേസാണ് നടക്കുന്നത്. സ്കൈലാൻഡ് പുതിയൊരു കമ്പനിയാണ്, പുതിയ ഐറ്റംസ് ആണ്. ചില ഐറ്റംസ് ഓൾറെഡി ഉള്ള ഐറ്റംസ് ആയിരിക്കും, സ്പീക്കർ കാര്യങ്ങളൊക്കെ. ഫാന്, പ്രൊസസ്സർ, CD ഡ്രൈവ്, ഇതൊന്നും ഓൾറെഡി ഉള്ള ഐറ്റംസ് അല്ല. നമുക്ക് അതും കൂടി ഒന്ന് കൊടുക്കാം. അപ്പോൾ അതെവിടെ ഉണ്ടാവുക? നമ്മൾ നേരെ പർച്ചേസ് എടുക്കുക. എന്നിട്ട് പർച്ചേസ് എടുത്ത ശേഷം നമ്മളതിൻ്റെ ബിൽ നമ്പർ 3211 കൊടുത്തു. ഇനി ഐറ്റംസ് കൊടുക്കുക, ആളെ പേര് കൊടുക്കുക, സ്കൈലാൻഡ് കമ്പനി. സ്കൈലാൻഡ് കമ്പനി എന്നാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. സ്കൈലാൻഡ് ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ, സൺട്രി ഡെപ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റ് ചെയ്യണം, സൺട്രി ഡെപ്റ്ററിന് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം, കാരണം പുതുതായിട്ടുള്ളൊരു കമ്പനിയാണ്. നേരത്തെ നമ്മൾ കൊടുത്തതൊക്കെ ഓൾറെഡി ഉള്ള കമ്പനിയായിരുന്നു. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ലെഡ്ജർ എന്നുള്ളിടത്ത് പർച്ചേസ് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ അണ്ടർ മാറിപ്പോയ സംശയം കേട്ടോ. അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സാണ് കൊടുക്കേണ്ടത്, സൺട്രി ഡെപ്റ്റേഴ്സാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുക. അഥവാ നമുക്ക് അണ്ടർ മാറിപ്പോയാൽ നേരിട്ട് ഇവിടുന്ന് കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി കേട്ടോ. കൺട്രോൾ പ്ലസ് എൻ്റർ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അണ്ടർ നേരിട്ട് തന്നെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്തായിട്ട് കൊടുക്കാൻ പോകുന്ന ഐറ്റം എന്തൊക്കെയാണ്? ഫാൻ അല്ലേ, ഓൾറെഡി ഇല്ല. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. Alt C അടിച്ചു, ഫാന് കൊടുത്തിട്ട് NOS കൊടുക്കുന്നു. ഇനി നമ്മൾ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് കൊടുക്കുക. 1500 അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ റേറ്റ് ഞാൻ പർച്ചേസ് റേറ്റ് ഇട്ട് കൊടുത്തു. ക്വാണ്ടിറ്റി 10 ആണ്. അടുത്ത ഐറ്റം നോക്കുക. അടുത്ത ഐറ്റം പ്രൊസസ്സർ. ഓക്കെ, പ്രൊസസ്സർ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 750 രൂപയാണ് നമ്മുടെ റേറ്റ് തന്നിട്ടുള്ളത്. റേറ്റ് കൊടുക്കുന്നു. ക്വാണ്ടിറ്റി നമുക്ക് 20 ഇട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത ഐറ്റം CD ഡ്രൈവാണ്. ഇതൊന്നും ഓൾറെഡി ഇതിലില്ല, അതുകൊണ്ട് നമുക്കതും കൂടി ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ CD ഡ്രൈവ് നമ്മൾ കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. അതിൻ്റെ റേറ്റ് 1000 ആണ്. ഓക്കെ, നമ്മളതും കൊടുത്തു. ക്വാണ്ടിറ്റി 25 ആണ്. നെക്സ്റ്റ് സ്പീക്കർ ഓൾറെഡി ഇതിലുള്ള ഐറ്റം ആയതുകൊണ്ട് ഒരിക്കലും വീണ്ടും ക്രിയേറ്റ് ചെയ്യരുത്. സ്പീക്കർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, സ്പീക്കർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ക്വാണ്ടിറ്റി 30 ഇട്ട് കൊടുത്തു. റേറ്റ് 200, നേരത്തെ അതേ റേറ്റ് തന്നെയാണ്, മാറ്റി കൊടുക്കാനൊന്നുമില്ല. ഇനിയും ഐറ്റംസ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് നേരെ എൻ്റർ അടിച്ച് താഴോട്ട് വരിക. നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡിനെ നമ്മളിവിടെ സ്പേസ് അടിച്ചിട്ട് സെലക്ട് ചെയ്യുക. സ്പേസ് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വരും, അതിന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡിസ്കൗണ്ട് റിസീവ്ഡ് കൊടുത്തു. 250 നമുക്ക് പെർസെൻറ്റേജ് അല്ല തന്നിട്ടുള്ളത്. അപ്പോൾ ഈ എമൗണ്ടിന് താഴെ കൊടുക്കുക, മൈനസ് ചേർത്തിട്ട് 250 കൊടുക്കാം. അപ്പോൾ അത് കുറഞ്ഞോളൂ. താഴെ നമുക്ക് എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവും. നേരെ എൻ്റർ ചെയ്യുക. ന്യൂ റെഫറൻസ് ആണ്. പർച്ചേസിൻ്റെ ബില്ല് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും, നമ്മൾ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യാം. ഇനി അവസാനത്തെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് ഇനി നടക്കാൻ പോകുന്നത്. സെയിൽസ് ആണ്, മോസ്കോ കമ്പനിയുമായിട്ട്. ബിൽ നമ്പർ 565 56 555. ഓക്കെ, ഫാന്, പ്രൊസസ്സർ, CD ഡ്രൈവ്, സ്പീക്കർ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരിട്ട് ക്വാണ്ടിറ്റി മാത്രം കൊടുത്താൽ മതി. റേറ്റ് മാറ്റമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ബിൽ നമ്പർ 56 555. പാർട്ടി നെയിം വരുന്നത് എന്താണ്? പാർട്ടി നെയിം നമ്മൾ കണ്ടു കഴിഞ്ഞു. മോസ്കോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. Alt C അടിച്ച് ക്രിയേറ്റ് ചെയ്തു. അണ്ടർ സൺട്രി എന്താണ്? ഡെപ്റ്റേഴ്സ് ആണ്, കാരണം സെയിലാണല്ലോ. സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുക്കുക. നേരെ എൻ്റർ ചെയ്യുക. ഓക്കെ, നേരെ എൻ്റർ ചെയ്യുന്നു. ഇനി എന്തെല്ലാം ഐറ്റംസാണ് ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സെയിലാണല്ലോ അല്ലേ? ഓക്കെ, മാറിപ്പോയി. F8 സെയിലാക്കി കൊടുക്കണം നമ്മൾ. ഓക്കെ, നമുക്ക് സെയിലാക്കി കൊടുക്കുകയാണ്. ഞാൻ മാറിപ്പോയതാണ്. F8 ഇടാ, സെയിൽസ് ആക്കി കൊടുക്കുക. ഓക്കെ, സെയിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സെയിൽസ് ലെഡ്ജർ സെയിൽ കൊടുക്കുന്നു. നേരെ എൻ്റർ ചെയ്യുക. നമ്മൾ ഫാൻ, ഒന്നാമത്തെ ഐറ്റം ഫാനാണ്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. 8 റേറ്റ് 2000. സെയിൽസ് റേറ്റ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടില്ല, അപ്പോൾ സെയിൽസ് റേറ്റ് ഇവിടെ കൊടുക്കുക. ഇനി അടുത്ത് പ്രൊസസ്സർ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കൊടുക്കുന്നത് 15 റേറ്റ് നേരത്തെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് വരുന്നില്ല. 800 കൊടുക്കാം. അതേപോലെ തന്നെ CD ഡ്രൈവ്, ഇതും നമ്മുടെ പുതുതായിട്ടാണ് നമ്മൾ സെയിൽ നടക്കുന്നത് അല്ലേ. CD ഡ്രൈവ് 18 നമ്മൾ സെയിൽ ചെയ്യണത്. റേറ്റ് വരുന്നത് 1250. ഇനി അടുത്ത ഐറ്റം സ്പീക്കറാണ്. സ്പീക്കർ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് 20 കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് 250 നേരത്തെ റേറ്റ്, പക്ഷേ ഇപ്പോൾ റേറ്റ് മാറുന്നുണ്ട്. 300 ആക്കി കൊടുക്കാം.
ഇനിയും ഐറ്റംസ് ഇല്ല. അപ്പോൾ നേരെ എൻ്റർ അടിച്ച് താഴോട്ട് വന്നിട്ട് ഇതിൻ്റെ കൂടെ ഡിസ്കൗണ്ട് അലൗഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഡിസ്കൗണ്ട് അലൗഡിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡിസ്കൗണ്ട് അലൗഡ് നമുക്കിവിടെ പെർസെൻറ്റേജ് അല്ല, എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ എമൗണ്ടിന് താഴെ മൈനസ് ചേർത്തിട്ട് വേണം 100 ഇട്ട് കൊടുക്കാൻ. നേരെ എൻ്റർ ചെയ്യുക. നേരെ ന്യൂ റെഫറൻസ് കൊടുക്കുക. ന്യൂ റെഫറൻസ് കൊടുക്കുമ്പോൾ ബിൽ നമ്പർ ചോദിക്കുന്നുണ്ട്, 56,555 കൊടുക്കാം. ഓക്കെ ആണല്ലോ. ബിൽ നമ്പർ എല്ലാം കൊടുത്ത് നേരെ എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അങ്ങനെ സേവ് എല്ലാം ചെയ്തിട്ട് നമുക്കിനി ഇതിൻ്റെ റിപ്പോർട്ട് എസ്കേപ്പ് അടിച്ച ശേഷം ഒന്ന് എടുത്ത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഓൾട്ട് F1 അടിക്കുകയാണെങ്കിൽ നമുക്കിത് അതിൻ്റെ ആൻസർ കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് 53,298.25 ആണ്. ഇതാണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് സെയിൽസ് പർച്ചേസൊക്കെ ഇനി അഥവാ നിങ്ങൾക്കിത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്താൽ പർച്ചേസിൻ്റെ എമൗണ്ട് തന്നെയാണോ, അതായത് 1,79,800 സെയിൽസിൻ്റെ എമൗണ്ട് 1,96,650 അതേപോലെ ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് കറക്റ്റാണ് നോക്കുക. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞത് കറക്റ്റായി. ഇനി ഓരോന്നും ചെയ്തത് കറക്റ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും മതി, ഡേ ബുക്ക് എടുക്കുക. ഡേ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്ക് വെച്ച് കണ്ട് നോക്കുക ഓരോന്നും ചെയ്തത് കറക്റ്റ് ആണെന്നുള്ള ഓൾട്ട് F1 അടിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അങ്ങനെ ഈ ഒരു വർക്ക് പ്രകാരം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഈ ആൻസറിലോട്ട് എത്തിക്കുക. ഏതാണ് ആൻസർ? ഈ ആൻസർ കേട്ടോ. അതായത് 53,298.25. ഓക്കെ. ബാലൻസ് ഷീറ്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാലൻസ് ഷീറ്റ് ഓൾട്ട് F1 അടിച്ച് കഴിഞ്ഞതാ ഇതാണ് ബാലൻസ് ഷീറ്റ് വരിക. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് സ്റ്റോക്ക് സമ്മറിയിൽ ഇനി ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ അവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ. എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. നന്നായിട്ട് ചെക്ക് ചെയ്ത ശേഷം അത് ക്ലിയർ ചെയ്ത് തന്നെയാണോ ആൻസർ എന്നുള്ളത് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് 26ാമത്തെ വർക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൽ ഈ തന്നിട്ടുള്ള അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബുക്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ബുക്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾക്ക് മാത്രമാണ് ഈ നമ്പർ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പലരും പല ആവശ്യങ്ങൾക്കായിട്ട് ഈ നമ്പർ ഉപയോഗിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ബുക്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾക്ക് മാത്രമാണ് ഈ ബുക്ക് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. ഈ ഒരു നമ്പർ ഇപ്പോൾ ഉള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോ അല്ലേ. അതുവരെ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.